നമ്മൾ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. റൊട്ടി എന്ന് ഇവിടെ പറയണത് റൊട്ടി എന്ന് തോന്നുന്നുണ്ട്. ആ ഓ ലോപിച്ചിട്ട് റൊട്ടി ആയതാണെന്നാണ് തോന്നുന്നത്. ഞങ്ങളിവിടെ അങ്ങനെ പറയും. എൻ്റെ വീട്ടിലൊക്കെ ഇതിന് പറയുക കൈപ്പത്തിരി എന്നാണ്. അത് കുറച്ച് വലിയ സൈസാക്കും കേട്ടോ. ഇവിടേക്ക് തളിക്കുളത്തേക്ക് വന്നപ്പോഴാണ് ഇത് റൊട്ടിയായിപ്പോയത്. പിന്നെ ഇതിന് എന്തൊക്കെ പേരുകളൊക്കെ ഉണ്ട്. റൊട്ടി, ഒറോട്ടി, കൈപ്പത്തിരി, ഓട്ടട, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് 3 ഗ്ലാസ് അരിപ്പൊടി വറുത്തതെടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് ചുമന്നുള്ളി, പിന്നെ 5-6 ചുമന്നുള്ളിയും ഇട്ടു. പിന്നെ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് നാളികേരം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ് ഇങ്ങനെ നല്ല ഫുള്ളാക്കിയിട്ട് എടുക്കാം. നാളികേരം ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. നാളികേരം കൂടുന്തോറും ഇതിങ്ങനെ തനിയെ കഴിക്കാൻ നല്ല സ്വാദാണ്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മണം കേട്ടോ. ഈ നാളികേരം ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം കൈ കൊണ്ട്. അതുതന്നെ നമ്മളിത് ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്ര നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റില്ല, വെള്ളം ചൂടുള്ളതാകുമ്പോഴേ. അപ്പോൾ നമ്മൾ മുൻപേ തന്നെ കുഴയ്ക്കലൊക്കെ കഴിച്ചു വയ്ക്കണം. ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ യോജിപ്പിക്കണം. പൊടിയും നാളികേരവും ഉള്ളിയൊക്കെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഇത് തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലൊഴിക്കുന്നത്. നല്ല ഇത് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ആ വെള്ളം കുറേശ്ശെ ഒഴിക്കുക. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും അറിയാൻ പറ്റില്ല. കാരണം ഓരോ തരം പൊടി ഓരോ തരത്തിലാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ നോക്കണം. ഭയങ്കരമായിട്ട് ലൂസാക്കണ്ട, എന്നാൽ ഭയങ്കരമായിട്ട് തിക്കാവാനും പാടില്ല. ലൂസായാൽ പിന്നെ ചിലപ്പോൾ ഷേപ്പ് ഇങ്ങനെ കിട്ടില്ലല്ലോ. തിക്കായാൽ ഇതുണ്ടാക്കുമ്പോൾ ഹാർഡായിപ്പോവും. അപ്പോൾ ആദ്യം നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കുക. എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് കുഴച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒന്ന് ചൂട് മാറുമ്പോൾ ചെറിയ ചൂടിൽ ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ചെറിയ ചൂടാണ് ഉണ്ട് കേട്ടോ. ഇനി തീരെ പറ്റാത്തവർക്ക് കുറച്ചും കൂടെ ചൂടാറിയിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഈ പാകത്തിനാക്കി. എന്നാലും കുറച്ചും കൂടെ വെള്ളം വേണം. വെള്ളം ഇത്തിരി ഉണ്ടെങ്കിലാണ് നല്ല സോഫ്റ്റായിട്ടിരിക്കുക. ഇത് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറാട്ടാ. ഇവിടെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ കറി ആയിരിക്കും ഇഷ്ടം. വെജിറ്റേറിയൻസിന് കടല മസാല, ഗ്രീൻ പീസ് മസാല, വെള്ളക്കടല മസാല, അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ നാളികേരപ്പാലുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. നാളികേരപ്പാലും ഈ പത്തിരിയും കൂടെ കഴിക്കാൻ. അങ്ങനെ അതേ ഇങ്ങനത്തെ ഒരു അയവായിട്ടാ. അപ്പോൾ നമ്മളത് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ അടച്ചു വയ്ക്കുക. ചിലപ്പോൾ കുറച്ച് ഇതിൻ്റെ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നതും നല്ലതാട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് തുറന്നിട്ട് നമ്മളപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കാം. ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു തവയാണ് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എണ്ണ തടവി കൊടുക്കുക. ആദ്യം തീ കൂട്ടി വയ്ക്കുക. പിന്നെ ഇത് പരത്തി ഇത് വെക്കുന്ന സമയത്ത് സിമ്മിലിട്ടാൽ മതി. കാരണം നമ്മൾ ഓരോന്ന് ഇങ്ങനെ പരത്തി അതിൽ വയ്ക്കുമ്പോഴേക്കും ആദ്യം വെച്ചത് അല്ലെങ്കിൽ ചൂട് കൂടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ടാൽ മതി. കാരണം ഇത് പതുക്കെയല്ലേ വേവുള്ളൂ, പെട്ടെന്ന് വേവില്ല. എൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേവണ്ടേ. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേവിക്കണത് ഏറ്റവും നല്ലത്. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ആക്കാം കേട്ടോ. ഷേപ്പ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് വലിപ്പത്തിലാണെങ്കിൽ ഒരെണ്ണാക്കി ഓരോന്നാക്കാം കേട്ടോ, വലിയതായിട്ട്. ഞാൻ പിന്നെ കൈയിൻ്റെ പത്തിയിൽ ഇത്രയല്ലേ വലിപ്പം കൊള്ളുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയത്. ഇത് വാഴ ഇലയിൽ എണ്ണ പരത്തിയിട്ടും ഇങ്ങനെ ഷേപ്പാക്കി എടുക്കും. അപ്പോൾ ഇതിന് നമ്മൾ ഇന്ന് ഗ്രീൻ പീസ് മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആദ്യം സിമ്മിലിട്ടിട്ട് പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ വരും. അപ്പോഴാണ് നമുക്കറിയാം അത് മൊരിഞ്ഞു തുടങ്ങിയെന്ന്. അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡൊന്ന് പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കിയാൽ മതി. അപ്പോൾ വെന്തിട്ടില്ലെങ്കിലും അറിയാം, വെന്താലും അറിയാൻ പറ്റും. ഒരേ സമയം ഇങ്ങനെ കുറേ നേരം ഒരു ഭാഗം തന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കരുത് കേട്ടോ. അപ്പോൾ ആ ഭാഗം കൂടുതൽ ഹാർഡായി പോവും. ഇപ്പോൾ കണ്ട ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് അതിന് വരുന്നുണ്ടോ, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അതിൻ്റെ ഉള്ളും വെന്തിട്ടുണ്ടാവും. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കിയാലും അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാം. ബൈ.